സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്ത സർക്കാർ തട്ടിപ്പുകാരുടെ കണക്ക് ഇനിയും ഉയരും. സർക്കാർ മേഖലയിലുള്ള 9,201 പേർ അനധികൃതമായി സാമൂഹ്യക്ഷേമ പെൻഷൻ കൈപ്പറ്റിയെന്ന് റിപ്പോർട്ട്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ടിലാണ് കണ്ടെത്തൽ. 3 വർഷത്തിൽ 39 കോടി രൂപയിലധികം തട്ടിപ്പിലൂടെ കൈക്കലാക്കിയെന്നും റിപ്പോർട്ട്. 24 എക്സ്ക്ലൂസീവ്. സർക്കാർ സർവീസിൽ ശമ്പളം വാങ്ങി ക്ഷേമ പെൻഷനും തട്ടിയെടുക്കുന്നവരുടെ കണക്ക് 1458 അല്ല. പിടി വീഴാത്ത തട്ടിപ്പുകാർ ഇനിയുമുണ്ട്. സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും താൽക്കാലിക ജീവനക്കാരും ഉൾപ്പെടെ 9,201 പേർ ക്ഷേമ പെൻഷൻ തട്ടിയെടുക്കുന്നുവെന്നാണ് CAG കണ്ടെത്തൽ. (2017) മുതൽ 2020 വരെ മാത്രം 39 കോടി 27 ലക്ഷം രൂപ തട്ടിപ്പിലൂടെ ഇവർ കൈക്കലാക്കി. 2000 മുതലുള്ള കണക്കെടുത്താൽ ഈ തുക ഇനിയും ഉയരും. സർക്കാരിനെ കബളിപ്പിച്ചവരിൽ നിന്ന് ഈ തുക തിരികെ പിടിക്കണമെന്നും അവർക്കെതിരെ അച്ചടക്ക നടപടിയെടുക്കണമെന്നും CAG ശുപാർശ ചെയ്തിരുന്നു. 2023 സെപ്റ്റംബറിലാണ് CAG റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ ഇതുവരെ പണം തിരികെ പിടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ല. അപേക്ഷകർ യോഗ്യതാ മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാതെ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തതിൽ വീഴ്ചയുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. ഉമേഷ് ബാലകൃഷ്ണൻ, 24, തിരുവനന്തപുരം.